ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്ന് പൗളിസ്റ്റ A1-ൽ നടന്ന മത്സരത്തിൽ സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. കൊറിന്ത്യൻസ് ആണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 1-2 ഗോളുകൾക്കാണ് സാന്റോസിന് ഈ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 17-44 മിനിറ്റുകൾ യൂറി ആൽബർട്ടോ നേടിയ ഗോളുകളാണ് ഇപ്പോൾ കൊറിന്ത്യൻസിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. സാന്റോസിന്റെ ഏക ഗോൾ 79-ാമത്തെ മിനിറ്റിൽ ഗില്ലർമെ അഗസ്റ്റോയായിരുന്നു നേടിയിരുന്നത്. ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് മാത്രമല്ല, മികച്ച പ്രകടനം നെയ്മർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആകെ 68 മിനിറ്റുകളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒപ്റ്റ സ്റ്റാറ്റ്സ് നമുക്കൊന്ന് നോക്കാം. 68 മിനിറ്റ് കളിച്ചു, 49 ടച്ചുകൾ, 4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു, 4 സക്സസ്ഫുൾ ഡ്രിബിൾസ് വരുന്നു. അതുപോലെ തന്നെ 4 അക്യുറേറ്റ് ക്രോസുകൾ വരുന്നു. ഫൈനൽ തേർഡിലേക്ക് 5 പാസുകൾ, 2 റിക്കവറികൾ, 6 കോർണറുകൾ, അതുപോലെ തന്നെ 2 തവണ ഫൗൾ ചെയ്യപ്പെട്ടു, 6 ഡുവൽസ് വോൺ ചെയ്തു. ഇങ്ങനെയാണ് നെയ്മറുടെ കണക്കുകൾ വരുന്നത്. ഒപ്റ്റയുടെ ഒരു റേറ്റിംഗ് വരുന്നത് 7.5 ആണ്. അതായത് 68 മിനിറ്റ് കളിച്ച നെയ്മർ ജൂനിയർ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പരമാവധി അദ്ദേഹം തന്റെ ടീമിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയായും നിരാശാജനകമായ ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്, കളം നിറഞ്ഞ് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സാന്റോസിന്റെ പ്രകടനം ഇപ്പോൾ മോശമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. നെയ്മർ വന്നിട്ട് ഒരു മത്സരം പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. 9 മത്സരങ്ങളിൽ നിന്ന് കേവലം 2 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 9 പോയിന്റ് മാത്രമാണ് അവർക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.